ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കയിറച്ചി റോസ്റ്റാണ്. ആ കക്കയിറച്ചീനെ വൃത്തിയാക്കി അതിൻ്റെ വെള്ളം തോരാനായിട്ട് തുളപ്പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കക്കയിറച്ചി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ്. അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. കരിയാപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം നന്നായി തിളച്ചിരിക്കുകയാണ്. ഇനി അതിലോട്ട് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ആ ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇറച്ചി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിനെ ചെറു തീയിൽ വെച്ച് നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്ക് അടച്ചു വെക്കാം. കക്കയിറച്ചി വേവുന്ന നേരത്തിന് അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 2 ചെറിയ സബോള തിരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക് നടുവ് കീറി വെച്ചിരിക്കുകയാണ്. അതുപോലെ കുറച്ച് ചുവന്നുള്ളി, ഒരു തക്കാളിക്ക, ഇത്രയും നമ്മളെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കക്കയിറച്ചിനെ ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം പറ്റിയിട്ടില്ല, കുറച്ചും കൂടെ പറ്റാനുണ്ട്. അതിനൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിനെ അടച്ചു വെക്കാം. കുറച്ച് ഭാഗം തുറന്ന് വെച്ചുകൊണ്ട് നമുക്ക് വെള്ളം പറ്റിക്കണം. അതിന് വേണ്ടി സ്വല്പം തുറന്ന് വെച്ചുകൊണ്ട് നമുക്ക് അങ്ങ് അടച്ചു വെക്കുകയാണ്. വെച്ചിട്ട് 10 മിനിറ്റിന് മുകളിലായി. ഒന്ന് തുറന്ന് നോക്കാം. കുറച്ചും കൂടെ പറ്റാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളമുണ്ട്. അതിനെ കൂടെ നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. നമ്മൾ ചട്ടി ചൂടായി അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അതിലോട്ട് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കാം. കരിയാപ്പില ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടി അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിരിക്കുകയാണ്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ ഒണിയനെല്ലാം അത്യാവശ്യം ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിരിക്കുകയാണ്. ഇനി അതിലോട്ട് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനാദ്യമായി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കിലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുള്ളൂ. കാരണം ആദ്യം നമ്മൾ കക്കയിറച്ചി വേവിച്ചപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിരുന്നു. അതുകൊണ്ട് 1 കിലോ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. 1/2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണിന്. അതിലോട്ട് സ്വല്പം പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം മൂത്ത് വന്നിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളിക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം അത്യാവശ്യം വഴന്ന് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കക്കയിറച്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മസാലയെല്ലാം അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അതിനെ ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. അത് ചെറുതീയിൽ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിൻ്റെ എരിയും ഉപ്പും എല്ലാം ഒന്ന് നോക്കാം. നമ്മൾ നോക്കി നമ്മുടെ എരിവും ഉപ്പും എല്ലാം പാകത്തിനാണ്. ഇനി അതിലോട്ട് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കക്കയിറച്ചി വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയി വന്നിരിക്കുകയാണ്. നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കരിയാപ്പിലയുടെ പച്ചമണമെല്ലാം അതിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം അതിനെ അടച്ച് വെച്ചിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കക്കാശി റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.